students, welcome back to my channel, your online Teacher-Malayalam. So, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മാർക്കറ്റിംഗ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് കസ്റ്റമേഴ്സിന്റെ വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള ആ ഒരു ടോട്ടൽ പ്രോസസ്സിനെയാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മാർക്കറ്റിംഗ് എന്താണ്, സെല്ലിംഗ് എന്താണെന്നുള്ളത്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. കൺസ്യൂമറിന് എന്താ വേണ്ടത് എന്ന് കണ്ടുപിടിക്കലും കൺസ്യൂമറിന് വേണ്ട രീതിയിൽ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക, ദെൻ അതിൻ്റെ പ്രൊമോഷൻ, അതിൻ്റെ പ്രൈസിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? പ്രൊഡക്ഷൻ നടക്കുന്നതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? കാരണം കസ്റ്റമറെ പറ്റിയിട്ട് ആദ്യം പഠിച്ചിട്ടാണ് മാർക്കറ്റിംഗ് ആ പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് പോലും. സോ മാർക്കറ്റിംഗ് പ്രൊഡക്ഷന് മുന്നേ സ്റ്റാർട്ട് ചെയ്യും, സെയിൽസ് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, ആഫ്റ്റർ സെയിൽസ് സർവീസൊക്കെ പോലെ. പക്ഷേ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ സെല്ലിംഗ് അവിടെ കംപ്ലീറ്റ് ആയി. സോ ജസ്റ്റ് മാർക്കറ്റിംഗ് സെല്ലിംഗ് തമ്മിലുള്ള ഡിഫറൻസ് പെട്ടെന്നൊന്ന് നമുക്ക് നോക്കിപ്പോകാം. മാർക്കറ്റിങ്ങിൽ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ആണ്, കസ്റ്റമറുടെ നീഡാണ് സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കുന്നത്. സെല്ലിങ്ങിൽ ജസ്റ്റ് എന്താണ് സെയിലാക്കി മാറ്റാൻ മാത്രമേ നോക്കുള്ളൂ. മാർക്കറ്റിംഗ് പ്രൊഡക്ഷന് മുന്നേ സ്റ്റാർട്ട് ചെയ്യും, സെല്ലിംഗ് എപ്പോഴാണ്? പ്രൊഡക്ഷന് ശേഷം മാത്രം. മാർക്കറ്റിങ്ങിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രോഡക്റ്റ് പ്ലാനിങ്ങിനും ഡെവലപ്മെൻറ്റിനുമാണ്. സെല്ലിങ്ങിൽ എന്താ, ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് എങ്ങനെയെങ്കിലും സെല്ല് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ സെയിൽ മാത്രമേ നോക്കുന്നുള്ളൂ. മാർക്കറ്റിങ്ങിൽ കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്, കസ്റ്റമറെ വെച്ചിട്ടാണ്, കസ്റ്റമറെ വെച്ചിട്ടാണ് അവർ മാർക്കറ്റിംഗ് നടത്തുന്നത്. സെല്ലിങ് ജസ്റ്റ് പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആണ്. മാർക്കറ്റിങ്ങിലേക്ക് വരുമ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെ പ്രോഫിറ്റ് ഏൺ ചെയ്യുക. സെല്ലിങ്ങിൽ എന്താണ്, സെയിൽസ് വോളിയം കൂട്ടി പ്രോഫിറ്റ് ഏൺ ചെയ്യുക. മാർക്കറ്റിങ്ങിൽ എന്താണ്, കാവിയേറ്റ് വെൻഡറാണ് വരുന്നത് അല്ലേ? സെല്ലർ ബിവെയർ എന്നുള്ളതാണ്. അതായത് സെല്ലർ ഒരു കാര്യം സെല്ല് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് എന്താണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരിക്കണം. പക്ഷേ സെല്ലിങ്ങിലേക്ക് വരുന്ന സമയത്ത് പ്രിൻസിപ്പിൾ ഓഫ് കാവിയേറ്റ് എംറ്റർ ആണ്, അതായത് ബയർ ആയിരിക്കണം അവിടെ കൂടുതൽ ശ്രദ്ധ വേണ്ടതെന്നുള്ളതാണ്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്, മാക്രോ ആണല്ലോ, ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. മാർക്കറ്റിംഗ് റിസർച്ച്, പ്രോഡക്റ്റ് പ്ലാനിങ്, അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാം. പക്ഷേ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ മൈക്രോയാണ്, ജസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് സെല്ല് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ വരുന്നുള്ളൂ. മാർക്കറ്റിംഗ് ലോങ് ടേം പെർസ്പെക്റ്റീവ് ആണ് ഇതിലുള്ളത്, ബിസിനസ്സിൻ്റെ ഗ്രോത്തും സ്റ്റെബിലിറ്റിയും ഒക്കെ വെച്ച് നോക്കട്ടെ. സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടൈം ആയിട്ട് എങ്ങനെയും പെട്ടെന്ന് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൻ്റെ ആദ്യത്തെ ഫംഗ്ഷൻ എന്താ? ഗ്യാതറിങ് ആൻഡ് അനലൈസിങ് മാർക്കറ്റ് ഇൻഫർമേഷൻ. കസ്റ്റമറിന് എന്താ വേണ്ടത് എന്ന് കണ്ടുപിടിച്ച് ആ ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമല്ലേ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ എന്തൊക്കെയാണ്, ത്രെറ്റ് എന്തൊക്കെയാണ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫംഗ്ഷൻ മാർക്കറ്റിംഗ് പ്ലാനിങ്. അതായത് ഫേമിൻ്റെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്താണ്? ഇനി അടുത്ത വർഷം കൊണ്ട് 20% മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ആക്കണം എന്നാണോ? എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാകുമല്ലോ. സോ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാകുമല്ലോ, ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന പ്ലാൻ, അതിനെയാണ് മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ദെൻ പ്രോഡക്റ്റ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലേ? പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താ, മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് ഡിഫറൻഷിയേറ്റഡ് ആയിട്ട് നിൽക്കണം അല്ലേ, യുണീക്കായിട്ട് നിൽക്കുന്ന രീതിയിൽ പ്രോഡക്റ്റിൻ്റെ ഡിസൈനിങ്ങും അതിൽ പാക്കേജ്, പ്രൈസ്, സൈസ്, കളർ, ഷേപ്പ്, ഡിസൈനിങ് എല്ലാം നോക്കിയിട്ടുള്ള ഡിസൈനിങ്ങും അതിൻ്റെ ഡെവലപ്മെൻറ്റും. ദെൻ എന്താണ് സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് ഗ്രേഡിങ്. സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. നേരത്തെ സെറ്റ് ചെയ്ത ക്വാളിറ്റി, നേരത്തെ സെറ്റ് ചെയ്ത ക്വാണ്ടിറ്റി, പ്രൈസ്, പാക്കേജിങ് എല്ലാം ഒരു യൂണിഫോമിറ്റി നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ചെയ്യാമെന്നുള്ളതാണ് സ്റ്റാൻഡേർഡൈസേഷൻ. ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ക്ലാസിഫൈ ചെയ്യുകയാണ്, വെയ്റ്റിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ടല്ലേ, ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. സോ ഗ്രേഡിങ്ങും മാർക്കറ്റിങ്ങിൻ്റെ ഫംഗ്ഷനാണ്. ദെൻ പാക്കേജിങ് ആൻഡ് ലേബലിംഗ്. പാക്കേജ് എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു പ്രോഡക്റ്റ് ഇട്ട് വെച്ചിരിക്കുന്ന റാപ്പറോ ബോക്സോ കണ്ടെയ്നറോ, അതാണ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. പാക്കേജിങ്ങിൻ്റെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡാമേജിൽ നിന്ന് ഗുഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്താണ്, ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി പാക്കേജിങ് ഉപയോഗിച്ച് തുടങ്ങി. ലേബലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാക്കേജിൽ നമ്മൾ എക്സ്ട്രാ പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള എക്സ്ട്രാ സ്പെസിഫിക്കേഷൻസ്, ഇൻസ്ട്രക്ഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്, അഡീഷണൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ലേബലിംഗ്. ദെൻ മറ്റൊരു ഫംഗ്ഷനാണ് ബ്രാൻഡിങ്. ബ്രാൻഡിങ് എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു പ്രോഡക്റ്റിന് ഒരു നെയിമോ ഒരു സിമ്പലോ അല്ലെങ്കിൽ 1-2 ആൽഫബറ്റ്സ് ചേർന്നതോ അങ്ങനെ എന്താണ് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് പ്രോഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ആകുന്ന രീതിയിൽ എന്താണ് നമ്മൾ അതിനൊരു നെയിമൊക്കെ കൊടുക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ടാറ്റ, ജിയോ, ദെൻ എന്താണ്
ഐഫോൺ, ഇതൊക്കെ ആ ഒരു സിമ്പിൾ കൊണ്ടോ അല്ല പേരിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് പെട്ടെന്ന് നൈക്ക് ഷൂസിൻ്റെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതാണ് ബ്രാൻഡിങ്. ദെൻ കസ്റ്റമർ സപ്പോർട്ട് സർവീസ്. ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ അതോടുകൂടി കഴിഞ്ഞില്ല അല്ലേ, അതിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസ്, കസ്റ്റമറുടെ കംപ്ലയിൻസ് ഹാൻഡിൽ ചെയ്യുക, മെയിൻ്റനൻസ് സർവീസസ്, ടെക്നിക്കൽ സർവീസസ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്ത് കസ്റ്റമർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും മാർക്കറ്റിങ്ങിൻ്റെ ഫംഗ്ഷനാണ്. ദെൻ പ്രൈസിങ് അല്ല, നല്ല രീതിയിൽ എന്താണ് പ്രൈസ് കൂടി അതിലേക്ക് ചാർജ് ചെയ്യണം. ചിലതിൽ എന്താണ് പ്രീമിയം പ്രൈസ് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാകും, ഹൈ പ്രൈസ് ചാർജ് ചെയ്യുന്നത്, ചിലത് വേറെ ഉണ്ടാകും. സോ പല രീതിയിലുള്ള പ്രൈസിങ്. ദെൻ പ്രൊമോഷൻ എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഇന്നതാണ് അതിൻ്റെ ക്വാളിറ്റീസ് എന്നൊക്കെ പറഞ്ഞ് എന്താണ് പരസ്യമൊക്കെ കൊടുത്ത് എന്താണ് കസ്റ്റമേഴ്സിനെ ഇങ്ങനെ നിർബന്ധിക്കുകയാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിംഗ്, സെയിൽസ് പ്രൊമോഷൻ, പബ്ലിസിറ്റി, ഇതിലൂടെയൊക്കെയാണ് പ്രൊമോഷൻ ചെയ്യുന്നത്. സോ അതാണ് പ്രൊമോഷൻ. ദെൻ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ പറയുന്ന സപ്ലയറുടെ അടുത്തുനിന്ന് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് ദെൻ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റി കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളത് എന്താണ്, അവിടെ ഒരു ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. സോ അതിൻ്റെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, പ്രോഡക്ട്സിൻ്റെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതും മാർക്കറ്റിങ്ങിൻ്റെ ഫംഗ്ഷനാണ്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ, ആ ഒരു കൺസംഷൻ പോയിന്റിലേക്ക്, കൺസ്യൂമർക്ക് വേണ്ട ആ ഒരു പോയിന്റിലേക്ക് എന്താണ് ഇത് എത്തിച്ചു കൊടുക്കാവുന്ന ട്രാൻസ്പോർട്ടേഷൻ. ദെൻ അതിൻ്റെ വെയർ ഹൗസിങ്, ഗുഡ്സ് ഒരു കേടും വരാത്ത രീതിയിൽ ആൻറ്റിസിപ്പേറ്റഡ് എന്താണ് ഡിമാൻഡ് അനുസരിച്ച് ഇനി വരാൻ പോകുന്ന ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗുഡ്സ് സ്റ്റോർ ചെയ്യുന്നതാണ് സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിങ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സിലേക്ക് വരുന്ന സമയത്ത് 4 കാര്യങ്ങളാണ് വരുന്നത്: പ്രോഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, പ്ലേസ്. ഈ 4 കൂടി ചേർത്തിട്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. സോ മാർക്കറ്റിംഗ് മിക്സിൻ്റെ എലമെൻറ്റ്സ് ഓരോന്നായിട്ട് നോക്കാം. പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എന്താ, മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഗുഡ്സോ സർവീസോ, അതിനെയാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു വാല്യൂ ആണ്, എത്ര രൂപയ്ക്കാണോ നമ്മളത് വിൽക്കുന്നത്, അതാണ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഫേമിന് അത്യാവശ്യം നല്ല രീതിയിൽ എന്താണ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസ് ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ക്രെഡിറ്റ് പോളിസീസ്, ഡിസ്കൗണ്ട്, ടേംസ് ഓഫ് ഡെലിവറി, പേയ്മെൻറ്റ്, റീറ്റെയിൽ പ്രൈസ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോമ്പറ്റീഷൻ, ഗവൺമെൻറ് റെഗുലേഷൻസ്, ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം പ്രൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിൽ പ്രോഡക്റ്റ് എത്തിക്കണമെങ്കിൽ അവിടെ കുറേ മാർക്കറ്റിംഗ് എഫേർട്സ് വരുന്നില്ല. കാരണം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സ്ഥലത്താണ്, കൺസ്യൂം ചെയ്യുന്നത് വേറെ സ്ഥലത്ത്. ചിലപ്പോൾ ഡൽഹിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും, കേരളത്തിലായിരിക്കും കൺസ്യൂം ചെയ്യുന്നത്. സോ പ്ലേസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള പ്ലേസിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റാണ്. സോ പ്ലേസും മാർക്കറ്റിംഗ് മിക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. ദെൻ പ്രൊമോഷൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിനെ പ്രേരിപ്പിക്കുക, അതാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രൈസിങ് എന്താണെന്നും പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്നുള്ളതും. സോ നമുക്ക് നോക്കാം പ്രൈസിങ് എന്താണെന്നുള്ളത്. പ്രൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൈസ് ചാർജ് ചെയ്യുന്ന ആ ഒരു ആക്ട് ഉണ്ടല്ലോ, അതിനെയാണ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് പ്രൈസിങ് എന്ന് പറയുക. സോ ഈ ഒരു പ്രൈസിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, പ്രൈസ് അതായത് ആ ഒരു പ്രോഡക്റ്റിനോ സർവീസിനോ വേണ്ടിയിട്ട് കസ്റ്റമർ പേ ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലിങ് ആകുന്ന ആ ഒരു എമൗണ്ടാണ് പ്രൈസ് എന്ന് പറയുന്നത്. അവർ പേ ചെയ്യുന്ന എമൗണ്ടാണ് പ്രൈസ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ സെയിൽസ് റവന്യൂ കിട്ടുന്ന രീതിയിലായിരിക്കണം പ്രൈസിങ് പോളിസി വേണ്ടത്. സോ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിന് അല്ലെങ്കിൽ നമ്മൾ പ്രൈസിങ് അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് അല്ലേ, അത് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് വന്നു, സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ഒക്കെ എന്ത് വന്നു, ഇതെല്ലാം ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ ബാധിക്കും. അതിൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, അതായത് പ്രൊഡക്ഷൻ എത്ര കൂടിയാലും കൂടാതെ ഫിക്സ് ആയിട്ട് നിൽക്കുന്ന ഫിക്സഡ് കോസ്റ്റ്, പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് മാറ്റം വരുന്ന വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. ദെൻ എന്താണ് സെമി വേരിയബിൾ കോസ്റ്റ്, കൂടുന്നുണ്ടെങ്കിൽ പോലും പ്രൊഡക്ഷൻ കൂടുന്നതിൻ്റെ അതേ അളവിലല്ലായിരിക്കും പക്ഷേ കൂടുന്നത്. ദെൻ എന്താണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഡിറ്റർമിനേഷൻ, യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡ് അല്ലേ, എങ്ങനെയുള്ള ഡിമാൻഡ് ആണെന്നുള്ളത് നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇന്നെലാസ്റ്റിക് ഡിമാൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ ഹൈ പ്രൈസ് ചാർജ് ചെയ്യാം, കാരണം എന്താ വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല, പ്രൈസ് കൂടിയാലൊന്നും കസ്റ്റമേഴ്സിനെ വേറെ ബാധിക്കുന്നില്ല, കസ്റ്റമേഴ്സ് ആ പ്രോഡക്റ്റ് വാങ്ങിച്ചോളും. ദെൻ കോമ്പറ്റീഷൻ എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് അല്ലേ, ചില സമയത്ത് കോമ്പറ്റീഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ താഴെ ഒരു പ്രൈസ് ചാർജ് ചെയ്യേണ്ടി വരും, ചില സമയത്ത് കൂടുതൽ പ്രൈസ് ചാർജ് ചെയ്യേണ്ടി വരും, ചില സമയത്ത് എന്താണ് നമുക്ക് ലാഭം നഷ്ടം ഇല്ലാത്ത രീതിയിൽ ബ്രേക്ക് ഈവൻ പ്രൈസിങ് ഒക്കെ ചെയ്യേണ്ടി വരും. സോ കോമ്പറ്റീഷൻ എന്ന് പറയുന്നതും ബാധിക്കും. ദെൻ ഗവൺമെൻറ്റിൻ്റെ
റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ചില പ്രോഡക്ട്സിനൊക്കെ ഗവൺമെൻറ് പ്രൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതനുസരിച്ച് അത് വിൽക്കാൻ പറ്റുള്ളൂ. സോ അതും പ്രൈസ് ഡിറ്റർമിനേഷനെ അഫക്റ്റ് ചെയ്യും. ദെൻ പ്രൈസിങ് ഒബ്ജക്റ്റീവ്, അതായത് കുറഞ്ഞ കാലം കൊണ്ട് ഒത്തിരി പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്നുള്ളതാണോ, അതുപോലെ തന്നെ ഒരുപാട് കാലം കൊണ്ട് പ്രോഫിറ്റ് ഏൺ ചെയ്താൽ മതി എന്നാണോ, എന്താണോ ആ ഒരു ഒബ്ജക്റ്റീവ് ഉള്ളത് അതനുസരിച്ചിട്ട് പ്രൈസിങ്ങും വ്യത്യാസം വരും. ഓക്കെ, ദെൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മാർക്കറ്റിംഗ് മെത്തേഡ് എന്താണ്, പ്രൊമോഷൻ, ഒരുപാട് അഡ്വർടൈസിങ് കൊടുത്തിട്ടുണ്ടോ, ആഫ്റ്റർ സെയിൽ സർവീസ്, ഗ്യാരണ്ടി, ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഇതെല്ലാം പ്രൈസിനെ എഫക്റ്റ് ചെയ്യും. സോ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഡിറ്റർമിനേഷൻ. ദെൻ നമുക്ക് നെക്സ്റ്റ് അഡ്വർടൈസിങ് എന്താണെന്നുള്ളതും അഡ്വർടൈസിങ്ങിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഫോക്കസ് ഏരിയ ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, സോ അഡ്വർടൈസിങ് എന്താണ് നമുക്കറിയാവുന്നതാണല്ലേ. അഡ്വർടൈസിങ്ങിലേക്ക് വരുമ്പോൾ അഡ്വർടൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെയ്ഡ് ഫോമാണ്. നമ്മൾ വേറൊരു സ്പോൺസറിനെ ഒരു ഏജൻസിനെ ഏൽപ്പിക്കുകയാണ്. പെയ്ഡ് ഫോമിലുള്ള നോൺ പേഴ്സണൽ ആയിട്ടുള്ള പ്രസൻറ്റേഷനാണ് ഈ ഒരു എന്താണ് ഗുഡ്സിനെ പറ്റിയിട്ടും സർവീസിനെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയാസ് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. സോ അഡ്വർടൈസിങ്ങിൻ്റെ നമുക്ക് മെറിറ്റ്സും ലിമിറ്റേഷൻസും പഠിക്കാനുണ്ട്. മെറിറ്റ്സ് പറയുകയാണെങ്കിൽ ഒരുപാട് പേരിലേക്ക് കുറഞ്ഞ സമയം കൊണ്ട് എത്തിക്കാൻ പറ്റും അല്ലേ അഡ്വർടൈസിങ്ങിലൂടെ. കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടും. കാരണം ചില പ്രോഡക്റ്റ് നമ്മൾ ഓർക്കും, ഇതിൻ്റെ പരസ്യമൊന്നും കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ ഇത് വേറെ ചീപ്പ് പ്രോഡക്റ്റാണെന്ന് വിചാരിക്കും. അതേസമയം നമ്മൾ പരസ്യങ്ങൾ ഒരുപാട് കണ്ട പ്രോഡക്റ്റാണ്, നമുക്ക് അവിടെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു വിശ്വാസം ക്രിയേറ്റ് ആകുന്നുണ്ട്. സോ എൻഹാൻസിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഒരു പോയിൻ്റാണ്. ദെൻ എക്സ്പ്രസീവ്നെസ് അല്ലേ, വളരെ അട്രാക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ആ ഒരു പ്രോഡക്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് മോഡേൺ ടെക്നോളജിയുടെ യൂസോട് കൂടി. ദെൻ എക്കോണമി അല്ലേ, ഒരുപാട് പേരിലേക്ക് കുറഞ്ഞ ചിലവിൽ എത്തിക്കാൻ പറ്റുന്നതുകൊണ്ടെന്താ നമുക്കത് ലാഭമാണ്. സോ ഇതൊക്കെയാണ് മെറിറ്റ്സ്. ദെൻ ലിമിറ്റേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംപേഴ്സണലാണ്, അതായത് നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ ഒരു ദിവസം കണ്ടുപോകുന്നുണ്ട്, എല്ലാത്തിനും ഒരേപോലെ നമ്മൾ അറ്റൻഷൻ കൊടുക്കണം എന്നില്ല. പിന്നെ എന്താണ്, പരസ്യം കണ്ടാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഒന്നും നമുക്ക് അതിൽ നിന്ന് കിട്ടില്ല. ഇൻഫ്ലെക്സിബിലിറ്റിയാണ്. നമ്മളിപ്പോൾ ടി വിയിൽ പരസ്യം കൊടുക്കുകയാണെങ്കിൽ അത് കാണുന്ന പല പല ഏജ് ഗ്രൂപ്പ് ഉണ്ടാകും. എല്ലാവർക്കും ഒരേപോലെ പരസ്യം ചെയ്താൽ അതെന്താണ് എഫക്റ്റീവ് ആകണമെന്നില്ല. പക്ഷേ നമുക്ക് എന്താണ് പല പല ആളുകൾക്ക് വേണ്ടിയിട്ട് വേറെ വേറെ ആയിട്ട് ചെയ്യാനും പറ്റിയില്ല. സോ ഇൻഫ്ലെക്സിബിലിറ്റി. എഫക്റ്റീവ്നെസ് കുറവാണ്. കാരണം എന്താ, ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് മീഡിയയിലൂടെ ഇപ്പോൾ കാണുന്നുണ്ട്, എല്ലാം തന്നെ എല്ലാവരും കാണണമെന്നും കേൾക്കണമെന്നും ഇല്ല. സോ ഇതൊക്കെയാണ് അഡ്വർടൈസിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് വരുന്നത്. ലാസ്റ്റായിട്ട് നമുക്കിതിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. നമുക്ക് തന്നെ ആലോചിച്ച് എഴുതാവുന്നതേ ഉള്ളൂ, നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ള കാര്യങ്ങളാണ്. സോ സെയിൽസ് പ്രൊമോഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ് നമുക്ക് ഇനി നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ആക്ടിവിറ്റീസാണ്. അതായത് പെട്ടെന്നൊന്ന് സെയിൽ കൂട്ടാം, കുറച്ച് നാളത്തേക്ക് സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്ന റിബേറ്റ്, ഡിസ്കൗണ്ട്, ഫ്രീ ഗിഫ്റ്റ്, കോൺടെസ്റ്റ്, റീഫണ്ട്, പ്രീമിയം, ഇതൊക്കെയാണ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ്. നമുക്ക് ഓരോന്നായിട്ട് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് നോക്കാം. ആദ്യത്തേതാണ് റിബേറ്റ്. റിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചില സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ എന്താണ് നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫറാണ്. അതായത് നമ്മൾ അടച്ചതിൽ കുറച്ച് പൈസ തിരിച്ചു തരുന്ന രീതിയിൽ, അതാണ് റിബേറ്റ്. ദെൻ ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്, പ്രൈസിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് കുറച്ച് നമ്മൾ കൊടുത്താൽ മതി. 50% ഓഫ്, 80% ഓഫ് എന്നൊക്കെ കാണുമ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. റീഫണ്ട് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ പാക്കേജോ റാപ്പർ എന്തെങ്കിലും നമ്മൾ അവിടെ കൊണ്ടുപോയി തിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെല്ലർ എന്ത് തരും, നമുക്ക് പ്രൈസ് മുഴുവനായിട്ട് തിരിച്ചു തരില്ല. ഇപ്പോൾ 10 രൂപയുടെയൊക്കെ ആണെങ്കിൽ നമ്മൾ ആ കവർ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇല്ല കേട്ടോ, ഓഫർ ചെയ്യുന്ന സമയത്ത് 2 രൂപയൊക്കെ ചിലപ്പോൾ തിരിച്ചു തന്നേക്കും. അതാണ് റീഫണ്ട്. ദെൻ പ്രോഡക്റ്റ് കോമ്പിനേഷൻ, ഒരു മെയിൻ പ്രോഡക്റ്റിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വേറൊരു പ്രോഡക്റ്റ് കൂടി വിൽക്കും. അപ്പോൾ എന്താണ്, 2 എണ്ണം കിട്ടുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എന്താണ് കസ്റ്റമർ അട്രാക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ വാങ്ങിക്കും അല്ലേ. സോ അതാണ് പ്രോഡക്റ്റ് കോമ്പിനേഷൻ. ദെൻ ക്വാണ്ടിറ്റി ഗിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം പ്രോഡക്റ്റിൻ്റെ തന്നെ വേറെ ഫ്ലേവറോ അല്ലെങ്കിൽ അങ്ങനെ എക്സ്ട്രാ ക്വാണ്ടിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ദെൻ ഇൻസ്റ്റൻറ്റ് ഡ്രോസ് ആൻഡ് ഗിഫ്റ്റ്സ് അല്ലേ, സ്ക്രാച്ച് കാർഡ്സും ഗിഫ്റ്റും ഒക്കെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ലക്കി ഡ്രോസ്, നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര് എഴുതി അവിടെ ബോക്സിലിടും. ദെൻ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യും, അയാൾ വിന്നറായിട്ട് മാറുന്നു. യൂസബിൾ ബെനിഫിറ്റ്, ഹോളിഡേ പാക്കേജ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ഫുൾ ഫിനാൻസ് അറ്റ് 0%, അതായത് EMI, ഒട്ടും ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടാതെ തന്നെ നമുക്ക് എന്താണ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എമൗണ്ട് അടയ്ക്കാമെന്നുള്ള ഫുൾ ഫിനാൻസ്. സാമ്പിളിങ്, അതായത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് കൂടെ വേറെ പ്രോഡക്റ്റിൻ്റെ സാമ്പിൾ കൂടി കൊടുക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് ഇഷ്ടപ്പെട്ട് അത് അവർ പർച്ചേസ് ചെയ്യും. സോ അങ്ങനെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി. പിന്നെ കോൺടെസ്റ്റുകൾ വെക്കാറുണ്ട് അല്ലേ, കോമ്പറ്റേറ്റീവ് ഇവൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് അതിൽ നിന്ന് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാറുണ്ട്. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് മാർക്കറ്റിങ്ങിൽ പഠിക്കേണ്ട ഫോക്കസ് ഏരിയ. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്